Hello students, welcome to Easy Learning with സുവിത. മാഡിബ എന്ന നെൽസൺ മണ്ടേല, സമത്വത്തിന് മറ്റൊരു പേര്. ദക്ഷിണാഫ്രിക്കയിലെ ബാഷി നദിയുടെ തീരത്തുള്ള വെസോ എന്ന ഗ്രാമത്തിലാണ് നെൽസൺ മണ്ടേലയുടെ ജനനം. 1918 ജൂലൈ 18. അച്ഛൻ്റെ പേര് ഹെൻറി മണ്ടേല, അമ്മ നോസ്കേനി ഫാനി. റോവില്ലായ എന്നായിരുന്നു മണ്ടേലയുടെ ബാല്യകാലത്തെ പേര്. ഹൊസ വിഭാഗത്തിലെ ഗോത്രാധികാരം വഹിച്ചിരുന്ന തെമ്പു ഗോത്രത്തിൽ പിറന്ന മണ്ടേലയുടെ കുടുംബ പേരാണ് മാഡിബ. നെൽസൺ എന്നത് സ്കൂൾ അധികാരികൾ നൽകിയ പേരും. ആദ്യമായി സ്കൂളിലെത്തുന്ന ആഫ്രിക്കക്കാരന് ഒരു ഇംഗ്ലീഷ് പേര് നൽകുന്ന രീതി അവിടെ നിലനിന്നിരുന്നു. അങ്ങനെ മണ്ടേലയ്ക്ക് മിഡിങ്കാനെ എന്ന ക്ലാസ് ടീച്ചർ കൊടുത്ത പേരാണ് നെൽസൺ. സ്കൂൾ അധ്യാപകർ തന്നെയാണ് നെൽസൺ എന്ന പേരിനൊപ്പം പിതാവിൻ്റെ പേരിലെ മണ്ടേല ചേർത്ത് നൽകിയത്. മണ്ടേലയുടെ ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മരിച്ചു. മരിക്കുന്നതിന് മുൻപ് നെൽസന്റെ പഠന ചുമതല അടുത്ത സുഹൃത്തിനെ അച്ഛൻ ഏൽപ്പിച്ചിരുന്നു. ഒരു നാട്ടുരാജാവിൻ്റെ പദവിയുണ്ടായിരുന്നു വളർത്തച്ഛനായ ജോഗിൻഡ ബക്കിന്. ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലുമാണ് മണ്ടേല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ദീർഘദൂര ഓട്ടം, ഗുസ്തി, സംഗീതം, നൃത്തം, നാടകം എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ചു. ക്ലാസ്ബറി സ്കൂൾ, ഫീൽഡ് ഡൗൺ കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷം മണ്ടേല ഫോർട്ട് ഹാരെ സർവകലാശാലയിൽ ബിരുദ പഠനത്തിനെത്തി. ജീവിതത്തിൻ്റെ കറുത്ത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ കാലമായിരുന്നു അത്. മനുഷ്യനെ നിറത്തിൻ്റെ പേരിൽ വേർതിരിച്ചിരുന്ന അപ്പാർത്തൈഡ് അഥവാ വർണ്ണവിവേചനം എന്ന തിന്മ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നു. മണ്ടേലയിൽ രാഷ്ട്രീയ താൽപ്പര്യവും അപ്പാർത്തൈഡിനെതിരെ പോരാടാനുള്ള ആർജവും കിട്ടിയത് ഇക്കാലത്താണ്. ഇടയ്ക്ക് പഠനം ഉപേക്ഷിച്ച് ജോഹനാസ്ബർഗിലെത്തി ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ച വേളയിൽ തൊഴിലാളി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വാർട്ടർ സിസിലുവിനെ പരിചയപ്പെട്ടത് ജീവിതത്തിലെ വഴിത്തിരിവായി. തുടർന്ന് ബിരുദ പഠനം പൂർത്തിയാക്കി വിറ്റ്വാട്ടർ സ്ട്രാൻഡ് സർവകലാശാലയിൽ നിയമപഠനവും പൂർത്തിയാക്കി. 1942 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗ് രൂപവൽക്കരിച്ചു. അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. പിന്നീട് സംഘടനയുടെ സെക്രട്ടറിയായി. അലക്സാൻഡ്ര ബസ് പരിഷ്കരണ സമരത്തോടെ രാഷ്ട്രീയ രംഗത്തെത്തിയ മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിൻ്റെ നേതാവായി സമരങ്ങൾ ഏറ്റെടുത്തു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആകർഷക കേന്ദ്രമായി മണ്ടേല വളർന്നു. 1952 ഗവൺമെന്റ് നിരോധനാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിൽ മോചിതനായി വക്കീലായി ജോലിയിൽ പ്രവേശിച്ചു. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായിരുന്നു അപ്പോഴും മുഖ്യ പരിഗണന. സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ രൂപവൽക്കരിച്ച സംഘടനയുടെ കമാൻഡർ ഇൻ ചീഫായി. പിന്നീട് ഒളിവി ജീവിതവും ആഫ്രിക്കയിലെ പോരാട്ടത്തിന് ഇതര രാജ്യങ്ങളുടെ പിന്തുണ തേടിയുള്ള വിദേശയാത്രകളും നടത്തി. പിടികിട്ടാപ്പുള്ളിയായി ഒളിവിൽ കഴിയവേ അറസ്റ്റ് ചെയ്ത് റോബൻ ദ്വീപിലെ ജയിലിലടച്ചു. 1962 മുതൽ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. 10,000-ലേറെ ദിവസത്തെ തടവിനു ശേഷം 71 വയസ്സിൽ ജയിൽ മോചിതനായി. തുടർന്ന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. 1994 നടന്ന തിരഞ്ഞെടുപ്പിൽ ആഫ്രിക്കയുടെ പ്രസിഡന്റാവുന്നു. 1999 കാലാവധി പൂർത്തിയാക്കി സാമൂഹിക സാംസ്കാരിക പരിപാടികളിലേക്ക് പ്രവർത്തന മേഖല ചുരുക്കി. മണ്ടേല ദിനം. നെൽസൺ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ 18 മണ്ടേല ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയാണ് ലോകവ്യാപകമായ ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്വാതന്ത്ര്യവും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ മണ്ടേല നടത്തിയ പോരാട്ട ജീവിതത്തെ ബഹുമാനിക്കുന്നതിനാണ് മണ്ടേല ദിനം.